ഷാലോസ് മിസ്റ്റിക്കൽ റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കോംബോയാണ് ഫിലാഡൻഡൻ വെറൈറ്റിയിൽ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോംബോയാണ് ഉള്ളത്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കോംബോകളൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോംബോ കാണിക്കാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഫിലാഡൻഡൻ വെറൈറ്റി, ഫിലാഡൻഡോൺ മെൽനോനി എന്ന് പറയുന്ന വെറൈറ്റി. ഇതാണ് ലീഫിൻ്റെ പാറ്റേൺ. കുറച്ചും കൂടെ വലുതാവും കേട്ടോ. ലീഫൊക്കെ നല്ല വലിപ്പം വയ്ക്കും. ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ കോംബോയിൽ. ഇങ്ങനെ നല്ല പ്ലാന്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഫിലാഡൻഡോൺ സെല്ലം ഗോൾഡ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഒരു പോട്ടിൽ 2 പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഫിലാഡൻഡോൺ വെറൈറ്റിക്ക് ചില വെറൈറ്റികൾ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ വന്നതിൻ്റെ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ മുട്ടലോ ഉണ്ടാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ലീഫ് ഇങ്ങനെ ഡാമേജ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പെട്ടെന്ന് തന്നെ അത് അടുത്ത് വരുമ്പോഴത്തേക്കും വന്നതിൻ്റെ ഒരു ഇങ്ങനെ ഇത്രയും പ്ലാന്റുകളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പ്ലോട്ടിൽ 2 പ്ലാന്റുകൾ, 2 പ്ലാന്റ് ചിലതിലൊക്കെ 3 പ്ലാന്റ് ബേബി പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരു ബേബി പ്ലാന്റ് ഉണ്ട്. 2 പ്ലാന്റ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഫിലാഡൻഡോണിൻ്റെയൊക്കെ ഇങ്ങനെ ഇലകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഭാഗം മാത്രം ഇങ്ങനെ ബബിളായിട്ട് ഒരു ചീയലിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ വരുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ നമ്മുടെ പാക്കിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും കേട്ടോ. അതൊരു പ്രശ്നമല്ല. ആ ഇലയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇല ഇതായിപ്പോയി കഴിഞ്ഞാലും അടുത്തതൊക്കെ പിന്നീട് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലാഡൻഡോൺ നംഗ്രൈറ്റിസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല അടിപൊളി പ്ലാന്റ്. ഒരു കൂട്ടിൽ ഇങ്ങനെ വലിയൊരു പ്ലാന്റും ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. 2 പ്ലാന്റുകളൊന്നും മിക്കവാറും അങ്ങനെ ഉണ്ട്. 2 പ്ലാന്റുകളൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൽ ഒരു വലിയ ബേബി പ്ലാന്റും ഒരു വലിയൊരു പ്ലാന്റും പിന്നെ ഒരു ബേബി ആയിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത് ഈ പോട്ടിൽ. ഇതാണ് ഇലയ്ക്ക് ഇങ്ങനെ പ്രത്യേകത വരുന്നത്. ഇതിൻ്റെ ഈ തണ്ടുകൾക്കാണ് പ്രത്യേകത. ഈ തണ്ടുകളിൽ ഒരു മുള്ള് പോലെ അങ്ങനെയാണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ചും കൂടെ ഇലക്കൊക്കെ നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. നല്ല ഭംഗി വയ്ക്കും. നിങ്ങളൊന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നംഗ്രൈറ്റിസ് ഒക്കെ പറയുമ്പോൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ സ്പെല്ലിംഗ് വരെ NINGATITENSE നംഗ്രൈറ്റിസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ പിക്ചറുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളാണ്. ഇല കുറച്ചും കൂടെ നല്ല വലിപ്പം വയ്ക്കും. ആ ഒരു ലൈൻസൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെയാണ് ഒരു പോട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത്. അപ്പോൾ ഈ കോംബോയ്ക്ക് 850 ആണ് വരുന്നത്. 850 പ്ലസ് കൊറിയർ, 850 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എത്ര ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാലും നട്ടിട്ട് ഉടനെ തന്നെ നിങ്ങൾ അകത്തേക്ക് കയറ്റി വെക്കരുത് കേട്ടോ. ഒന്ന് പുറത്തൊക്കെ വെച്ച് ചെടിയൊന്ന് ഉഷാറായി നമ്മുടെ പോട്ടിങ്സിലേക്ക് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് വെക്കാമുള്ളൂ. പിന്നെ ഫിലാഡൻഡോൺ വെറൈറ്റിക്ക് വെള്ളം കുറവ് മാത്രം ആവശ്യമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കെയറിങ് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തേക്കണ പ്ലാന്റുകൾ കാണാം, കോംബോ കാണാം. അതിൽ ആദ്യത്തെ അതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് രണ്ടും ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് പ്യൂമിലെ ഫൈക്കസ് റേഡിക്കൻസും. അത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല ഭംഗിയിൽ 400 ഇതിൻ്റെ ചാർജ് വരുന്നത്. 400 പ്ലസ് കൊറിയറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മളിത് വിടുക. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന കോംബോ എന്ന് പറയുന്നത് ഫെയിൻ കോംബോയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെയിൻ്റെ ഈ ഒരു ഫെയിൻ വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫെയിനാണ് ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഇതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രീ ഫെയിനുമാണ് നമ്മൾ ഉണ്ടായിരുന്നത്. 800 പ്ലസ് കൊറിയറാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 800 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന് മെസ്സേജ് അയച്ചോളൂ. ഇത് കുറച്ച് മാത്രമാണ് കേട്ടോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ വേഗം ഒന്ന് കാണിച്ചു പോകാമേ. നമുക്ക് അടീനിയം വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രം. അപ്പോൾ നമുക്ക് അതും കൂടെ അവസാനം കാണിക്കാം കേട്ടോ. നമ്മളുടെ മൂൺഷൈൻ
ഒരു പോട്ടിൽ കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 2 എണ്ണം നല്ല വലിയ പ്ലാന്റ് 2 എണ്ണം കാണുന്നുണ്ട്. മിക്കവാറും തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ കേട്ടോ, അത് നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കെയറിങ് ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അറേഞ്ച് ചെയ്ത് പുറത്തൊക്കെ വെക്കാം. അതിനുശേഷം ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അകത്തേക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ചെറിയ പോട്ടിലാണെങ്കിൽ ചെറിയ പോട്ടിൽ, വലിയ പോട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ വലിയ പോട്ടിൽ 8 ഇഞ്ച് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ പോട്ടിൽ ഇതേപോലെ ഇതിപ്പം 4.5 ഇഞ്ച് പോട്ട്, 5 ഇഞ്ച് പോട്ട് എന്നൊക്കെ നമ്മൾ പറയും. 4 പോയിന്റ് സംതിങ് അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്, ഇഞ്ച് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പോട്ടിൽ ചെറുതായിട്ട് ടേബിളിലൊക്കെ അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. 8 ഇഞ്ച് പോട്ടിലേക്കൊക്കെ വെക്കണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പെട്ടെന്ന് തന്നെ വലിപ്പം വെച്ചോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ജെയ്ഡ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ജെയ്ഡ് തീർന്നു കൊണ്ടായിരുന്നു, അപ്പോൾ ഈ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ അഗ്ലോണിമ റെഡ് പനാമ, ഒരു പോട്ടിൽ കൂടുതൽ ഷൂട്ടുകളൊക്കെയുള്ള ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ അത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണിക്കാവുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ മിക്കാഡോ. ഇതെങ്ങനെ സൈസൊക്കെ ആയിട്ടുള്ളത് നമുക്ക് മിക്കാഡോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇൻഡോറിലേക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ. പിന്നെ ഒരു വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്, സാൻസവേരിയ വെറൈറ്റി. മിക്കാഡോ എന്ന് പറഞ്ഞാൽ സാൻസവേരിയ വെറൈറ്റിയാണ്. ഇത് സാൻസവേരിയയുടെ തന്നെ മൂൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല ഇത്തിരി കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ഷൂട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ്. മൂൺഷൈൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡായിരിക്കും വരിക, തളിരിലകളൊക്കെ വരിക. ഇതിലിപ്പോൾ മൂത്ത ഇലകൾക്കൊക്കെ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ആക്ച്വലി നമ്മൾ മൂൺഷൈൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡ്, ഒരു സിൽവർ ടച്ച് വരുന്ന ഒരു ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് മൂൺഷൈൻ. ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കാറ്റലോഗിലുണ്ട്. പിന്നെ ഫിലാഡൽഫിയൻ വെറൈറ്റി തന്നെ എന്താ പറയുക, വൈറ്റ് പ്രിൻസസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കോംബോയിൽ നമ്മൾ ആ കോംബോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളത് കാറ്റലോഗിൽ കൊടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വൈറ്റ് പ്രിൻസസ്. ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഇങ്ങനെ എവിടെയെങ്കിലും തട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇലകൾക്ക് ചെറിയൊരു ഇത് വരും. പക്ഷേ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. അത് ഇങ്ങനെ വലിയ ഡാമേജ് അങ്ങനെയുള്ള പ്രശ്നമല്ല. അത് ചെറിയ ഇങ്ങനെ ക്ഷതം വന്നിട്ട് അങ്ങനെ വന്നേക്കുന്നതാണ്. അത് പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഇതാണ് ഇങ്ങനെ. ഇതിൻ്റെ വൈറ്റ് കളറ് പല ഇലകളിലും പല പോട്ടിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം ഇതിൽ ഇപ്പോൾ നന്നായിട്ട് വൈറ്റ് കാണുന്നത്, ചിലതിൽ വൈറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് പിങ്ക് പ്രിൻസസ്. ഇതിൻ്റെ തന്നെ പിങ്ക് കളർ ഇങ്ങനെ പിങ്ക് വരുന്ന വെറൈറ്റി. ഇതും ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും കേട്ടോ. ഇതും ഒരു പോട്ടിൽ 2 എണ്ണം തന്നെ ആയിരിക്കും കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം 2 ആഴ്ച മുമ്പ് നമ്മൾ വലിയ പോട്ടിലുള്ള നമ്മുടെ പീസ് ലില്ലി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പീസ് ലില്ലി വ്യത്യാസമുണ്ട്. ഈ ഒരു പോട്ടിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ. പൂവൊക്കെ വരുന്ന പരുവത്തിൽ, എല്ലാത്തിലും പൂക്കളില്ല, പൂവൊക്കെ വരുന്ന പരുവത്തിലാണ് കേട്ടോ. ചിലതിലൊക്കെ മുട്ടുകളുണ്ട്, ചിലതിൽ മുട്ടുകളും ഇങ്ങനെ അടിയിൽ നിന്ന് വരുന്ന പരുവത്തിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇൻഡോർ പക്ക ഇൻഡോറാണ്. നല്ലോണം ഇൻഡോറിലൊക്കെ ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒത്തിരി പേര് നമ്മളിങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇങ്ങനെ ഇന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ അയച്ചു തന്നിട്ട് ഏത് പ്ലാന്റാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് പീസ് ലില്ലിയാണ്. ഇപ്പോൾ പൂക്കളില്ലെങ്കിൽ തന്നെ ഇങ്ങനെ വെക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോട്ടുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഒത്തിരി വലിയ പോട്ടുകളിലേക്ക് സെറ്റ് ചെയ്യാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇഞ്ച് പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ആ ഒരു സൈസിലേക്കുള്ള സെറ്റ് ചെയ്താൽ മതിയാവും. പിന്നീട് ചെടികൾ വളരുന്നതനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ പെപ്പറോമിയ വെറൈറ്റിയാണ്, പെപ്പറോമിയ അങ്കുലാത്ത. ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന ചെറിയ പോട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ പെപ്പറോമിയ വെറൈറ്റി ആയതുകൊണ്ട് ഇതൊക്കെ കേട്ടോ, തിരിയൊക്കെ. പിന്നെ സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ എന്താ ബോൺസൽ ഇത് കേട്ടോ. ഒരു പോട്ടിൽ മിനിമം 2 എണ്ണം ഉണ്ടാവും. പിന്നെ 4 എണ്ണം വരെയൊക്കെ ഉള്ള പോട്ടുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പോട്ട് സൈഡാണ് കേട്ടോ ഇതിൻ്റെ വിടുന്നത്. പിന്നെ ഉള്ളത് ഡിസിഡിയ വെറൈറ്റി, ഡിസിഡിയ 1000 ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിലുള്ള പ്ലാന്റാണ് ഇത്.
നന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് താല്പര്യമുള്ളൊരു ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഭിത്തിമയൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്ത് എന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യുമല്ലോ, അതിനൊക്കെ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് തണ്ടുകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ചോളും. പിന്നെ ഡിഷിഡിയുടെ തന്നെ വേറെ ഒരു വെറൈറ്റി വന്നിരിക്കുന്നത് ഡിഷിഡിയ കിഡ്നി എന്ന് പറഞ്ഞിട്ട് നല്ല പ്ലാന്റ് കേട്ടോ. ഒരു ലെമൺ ഗ്രീൻ ആ ഒരു കളറാണ് വരുന്നത്. ഇതാ ഇങ്ങനെ കിഡ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ഇല വരുന്നത്, ഇതാ കണ്ടോ, അതുകൊണ്ട് അതിനെ കിഡ്നി എന്ന് പറയുന്നത് കേട്ടോ. അത് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഇലയൊക്കെ ഇതാ ഇങ്ങനെ കണ്ടോ, നല്ല രസമല്ലേ, ആ ഒരു ഷേപ്പാണ് വരുന്നത്. അടിഭാഗത്തു നിന്ന് ഒരു ബബിൾ പോലെ അങ്ങനെ വീർത്തിരിക്കുന്ന പോലെയാണ് കേട്ടോ ആ ഇലയുടെ ഷേപ്പ്. ഇതാ അടിഭാഗം കണ്ടോ, അതുകൊണ്ടാണ് കിഡ്നി എന്ന് പറയുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്, കാറ്റലോഗിൽ നോക്കിക്കോളൂ. പിന്നെ ഉള്ളത് ബോൺസായി പ്ലാന്റ് ഇതാ ഇങ്ങനെ, അത് അവൈലബിൾ ആണ്, കാറ്റലോഗിലുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് അഗ്ലോണിമ 2 വെറൈറ്റി, അഗ്ലോണിമ റോട്ടാൻഡം ഇതാ, പിന്നെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ്, ഒരു പോട്ടിൽ 2 എണ്ണം വീതമുള്ള സൂപ്പർ വൈറ്റ്, നല്ല ഭംഗി നല്ല ഹെൽത്തി ആയിട്ട്. ഈ പിങ്ക് വെറൈറ്റി അല്ല റെഡ് വെറൈറ്റിയുടെ കൂട്ടത്തിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് പോകാം. നമ്മുടെ അഡീനിയം ഇപ്പം നമ്മുടെ ഇത്രയും മാത്രമല്ല കേട്ടോ, പുതിയ പ്ലാന്റ്സുകളുണ്ട്. ഞാൻ കുറച്ച് മാത്രം അകത്തേക്ക് വെച്ചെന്നുള്ളൂ, കുറേ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ കാറ്റലോഗിലൊന്ന് നോക്കിക്കോളൂ കേട്ടോ, എന്നിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി. ഇനി നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇത് നമ്പർ പറഞ്ഞു പോകാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്പർ 1 ആണ് വരുന്നത്, ഇതാ ഈ ഒരു കളറ്. ഇത് നമ്പർ 2, ഇതാ ഇത് നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ. ഇത് നമ്പർ 3 വരുന്നത് യെല്ലോയും ഒരു സിംഗിൾ പെറ്റലാണ് വരുന്നത്, പക്ഷേ യെല്ലോയും ഒരു മജന്തയും കൂടെ ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. ഇതാ ഇങ്ങനെ, ഇത് കൂടുതൽ എണ്ണം ഉണ്ട് കേട്ടോ, കൂടുതലുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓർഡർ ചെയ്യുമ്പോൾ ഫോട്ടോകൾ തന്നേക്കാമേ. ഇത് 4 കേട്ടോ. ഇതാണ് ഇത് വരുന്നത്, പൂ വരുന്നത്. ഇത് 5, ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡാണ്, നല്ല കളർ ഇതാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി, അത് ഡബിൾ പെറ്റൽ തന്നെയാണ്. അതാ ഇങ്ങനെ നല്ല പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഇലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്പർ 6 കേട്ടോ. ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഡബിൾ പെറ്റലാണ്. ഒരു പിങ്കിൽ ഡാർക്ക് പിങ്ക് വരുന്നത് അതാണോ? ഇതിൻ്റെ പൂ കരിഞ്ഞു പോയി. അപ്പോൾ പൂ എന്നെ ഉള്ളത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൂവ് ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. ഇനി ഇതാ 7, ഇതാ ഇതിൻ്റെ പൂ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, പൂ ഉണ്ടായിരുന്നത് കൊഴിഞ്ഞു പോയി. 8, ഇതാ ഇത് കേട്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്താ പൂണ്ടോ, അതാ ഇതാണ് കേട്ടോ പൂ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് പൂ വരുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. വൈറ്റും ഡാർക്ക് മജന്തയും ഒരു വയലറ്റും കൂടെ ചേർന്നിട്ടുള്ള പ്ലാന്റ്, നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്പർ 9, ഇതാ ഇതും നല്ല പ്ലാന്റാണ്. ഇതാ ഒരു വയലറ്റും ഇതൊക്കെ ചേർന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതാ ഒരു ഡാർക്ക് വയലറ്റും ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 9. ഇത് നമ്പർ 10 വരുന്നത് ഇതാ ഇങ്ങനെയാണ്, നല്ല വെയിറ്റുള്ള പ്ലാന്റാണ്. പൂ വിരിഞ്ഞിട്ടില്ല, ചെറിയ ഒരു ഇതാണ്. ഇതാ അങ്ങനെയാണ് വരുന്നത്. നല്ല ബോൺസായി ഒക്കെ ആക്കാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. എന്തൊരു വെറൈറ്റിയാണ്. നമ്പർ 11 ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്, മുട്ട് കണ്ടിട്ട് കേട്ടോ. ഇത് കണ്ടോ, മുട്ട് കണ്ടിട്ട് ഒരു വൈറ്റ് ഷെയ്ഡാണ്, നല്ല പ്ലാന്റാണ്. ഇതാ നമ്പർ 12 ഇതാണ് കേട്ടോ വരുന്നത്, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. കൂടുതൽ പെറ്റൽ സിംഗിൾ പെറ്റലല്ല കേട്ടോ, ഡബിൾ പെറ്റലാണ്. അത് 12 അല്ലേ. 13 ഒരു മഞ്ഞ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതാ സിംഗിൾ പെറ്റൽ മഞ്ഞ, നല്ല രസമാണ് കാണാനായിട്ട്. എന്നാൽ ചെറുതിന് ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, യെല്ലോ, നല്ല പ്ലാന്റാണ്. പിന്നെ ഒരു വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെറൈറ്റികളൊക്കെ ഇലകളിലൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾക്കിടെ ഇതിൽ വരാറുണ്ട്, വേരിഗേഷനൊക്കെ വരാറുണ്ടല്ലോ ചില ഇലകൾക്ക്, വൈറ്റും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഇലകൾ വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ കേൾ ചെയ്തിട്ടുള്ള വെറൈറ്റികളൊക്കെ വരാറുണ്ട് ഇതിൽ നമ്മുടെ അഡീനിയത്തിൽ. അതുപോലെ തന്നെ ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് നോക്കി, പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനപ്പോൾ എനിക്ക് എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ. ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ് ഇലകൾ കണ്ടിട്ട്. ഇത് കണ്ടോ, നല്ല ഭംഗി. ഒരു ഇലയുടെ നടുക്ക് ആ വെയിൻസ് ഒരു റെഡ് ഷെയ്ഡായിട്ട് അങ്ങനെ വരുന്നത്.
നല്ല പ്ലാന്റ്, നല്ല വലിയ പ്ലാന്റാണ്. ഗ്രാഫ്റ്റഡ് തന്നെയാണ് കേട്ടോ, എല്ലാ പ്ലാന്റുകളും ഗ്രാഫ്റ്റഡ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വെറൈറ്റി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് എന്താ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരെണ്ണം മാത്രമുള്ളവരും കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ആദ്യം തന്നെ ചോദിക്കുന്നവർക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്കി പ്ലാന്റ്സുകൾ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പം നമുക്ക് പ്ലാന്റുകൾക്കൊന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാം നമുക്ക് വിടാൻ പറ്റിയിട്ടില്ല, ഇനിയും നമുക്ക് വിടാനുണ്ട്. തിങ്കളാഴ്ച അത് വിടും. അതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ ഓർഡറുകൾ എടുക്കുക കേട്ടോ. ഈ ആഴ്ച തന്നെ മാക്സിമം വിടാൻ ശ്രമിക്കാം, അല്ലാത്തത് അടുത്ത ആഴ്ചത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ആദ്യം തന്നെ ചോദിക്കുന്ന പോട്ടുകൾ ഉണ്ടായിരിക്കുമോ എന്നാണ്. അപ്പോൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ, ഒന്നിന് തന്നെ. പിന്നെ പോട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നതിന് ചെറിയ പ്ലാന്റുകൾ, ക്യാക്ടസ്, അല്ലെങ്കിൽ ഇതാ ഈ ഒരു വെറൈറ്റികൾ, അതൊക്കെ നമുക്ക് പോട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പോട്ടിന് വെയിറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒതുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഇച്ചിരി പ്രശ്നക്കാരനായതുകൊണ്ട് നമ്മൾ പോട്ട് സൈഡാണ് വിടുന്നത്. പിന്നെ വേരുകളൊക്കെ നന്നായിട്ട് അടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താലൊന്നും താഴത്തേക്ക് പോരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് പോട്ട് സൈഡ വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് മാത്രമേ പോട്ടുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. അപ്പം കുറേ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും കുറേ പേർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കാം. വിതിൻ 2 days എല്ലായിടത്തും തന്നെ പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും വിടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.